ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മറ്റന്നാൾ അഡ്വക്കേറ്റിനെ ഏൽപ്പിക്കും. അത് കഴിഞ്ഞ പിന്നെ ഞാനും രാജുവും തമ്മിൽ യാതൊരു ബന്ധമില്ല. എന്റെ മൂത്ത മോള് തന്നെയാ നീ. ശേഖരേട്ടൻ എന്നെ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന കാലം മുതല് ഞാൻ എന്റെ മോളെ പോലെ തന്നെയാ നിന്നെ വളർത്തിയത്. അതുകൊണ്ട് ചെറിയമ്മ പറയുന്ന മോള് കേൾക്കണം. ഈ പ്രശ്നം മോള് തന്നെ സോൾവ് ചെയ്യണം. എന്തു പറയുന്നു? ശരി, ഞാൻ എന്റെ എടുത്തുചാട്ടം കുറയ്ക്കാം. വളരെ സന്തോഷം. നിങ്ങള് രണ്ടുപേരെ നല്ല കുട്ടികളാ. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെ പിണങ്ങരുത്. പ്രശ്നങ്ങള് പറഞ്ഞു തീർക്കണം. ഞാൻ രാജുവിനെ ഇങ്ങോട്ട് പറഞ്ഞുവിടാം. വഴക്കുകളും പിണക്കങ്ങളും അവസാനിപ്പിക്കാന്ന് ഋതുമോള് പറഞ്ഞു. രാജു അങ്ങോട്ട് ചെല്ല്. പറഞ്ഞു തീർത്ത് സ്നേഹത്തോടെ തിരിച്ചു വാ. ശരി മാഡം. യാമിനി മാഡം ഇത്രയും പെട്ടെന്ന് ഈ പ്രശ്നം സോൾവ് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. താങ്ക് യു മാഡം. ഈ ഡിവോഴ്സ് പേപ്പറിൽ ഒന്ന് സൈൻ ചെയ്താ മതി. അപ്പത്തേനും പ്രശ്നം. ഡിവോഴ്സ്? സൈൻ ചെയ്. ഞാൻ ചെയ്യില്ല മാഡം. സൈൻ ചെയ്തില്ലെങ്കിൽ ഞാൻ ഡിവോഴ്സ് പെറ്റീഷനുമായി കോർട്ടിലേക്ക് പോകും. ഡിവോഴ്സ് വേഗം അനുവദിച്ച് കിട്ടാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. അതിനൊന്നും അവസരം ഉണ്ടാക്കാതെ ഇതിൽ സൈൻ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലത്. എന്തായാലും നിങ്ങളുമായി ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പ്രശ്നം കോർട്ടിലിട്ട് നീട്ടി വഷളാക്കാതെ ഇതിൽ സൈൻ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലത്. അങ്ങനെ രണ്ടും രണ്ടായി. നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു. എന്റെ മനസ്സ് മാഡം കാണാതെ പോയതിന് ദൈവം മാപ്പ് തരട്ടെ. ഞാൻ മാഡത്തെ ഒന്ന് സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഇനി അതൊന്നും എനിക്ക് കേൾക്കണ്ട രാജു.
ഞാൻ ഈ പേപ്പർ മറ്റന്നാൾ അഡ്വക്കേറ്റിനെ ഏൽപ്പിക്കും. അത് കഴിഞ്ഞ പിന്നെ ഞാനും രാജുവും തമ്മിൽ യാതൊരു ബന്ധമില്ല. വാ നോക്കാം. മോളിരിക്ക്. രാജുവിടെ? നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ? രാജു എവിടെയാണ്? റൂമിലുണ്ട്. ഭർത്താവിനെ വിളിക്കാതെ നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുക? അത്രയ്ക്ക് പൊരുത്തമാണല്ലോ ഭാര്യയും ഭർത്താവും തമ്മിൽ. പോയി രാജുവിനെ വിളിച്ചോണ്ടോ. രാജു ഫോൺ ചെയ്യായിരിക്കും. ആ സമയത്താ മോളിങ് വന്നത് അല്ലേ മോളെ? നീ ന്യായീകരിക്കൊന്നും വേണ്ട. നീയും യാമിനിയും കൂടെ ലാളിച്ച എവിടെ എത്രയും വഷളാക്കിയത്. ഞാനത് പറയുമ്പോഴേ ഇവൻ എന്നെ തല്ലാൻ വരും. രാജു വന്നല്ലോ. മോളിരിക്ക്.